നെയ്മർ ജൂനിയർ പരിക്കിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നിട്ട് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള കളികളൊക്കെ കളിച്ച് തുടങ്ങി. സാന്റോസിൽ ചില മത്സരങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കളിച്ചു, അതായത് 90 മിനിറ്റ് കളിച്ചു. ചില മത്സരങ്ങളിൽ അവസാന സമയങ്ങളിൽ അദ്ദേഹത്തെ പിൻവലിച്ചു സാന്റോസ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നെയ്മറെ നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തും ബ്രസീലിൽ? അതായത് നെയ്മറെ ബ്രസീൽ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ സ്ക്വാഡിൽ. വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം കൊളംബിയ, അർജന്റീന, മികച്ച 2 ടീമുകൾക്കെതിരെ തന്നെയാണ് നെയ്മർ ജൂനിയറുടെ തിരിച്ചുവരവ് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. കൊളംബിയനെ നമുക്കറിയാം, കൊളംബിയ എന്താണ് ഗ്രൗണ്ടിൽ ഇറങ്ങിയാൽ കാണിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ അർജന്റീനക്കെതിരെയും ആണ് 2 മികച്ച ഗെയിമുകളിലേക്കാണ് നെയ്മർ ജൂനിയറുടെ തിരിച്ചുവരവ്. അപ്പോൾ ഏതായാലും ടീം പ്രഖ്യാപിച്ചതിന് ശേഷം പരിശീലകനോട് ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ നെയ്മറെ നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കാനാണ് പ്ലാൻ എന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുന്നു, എത്ര സമയം നെയ്മറെ കളിപ്പിക്കുമെന്നൊക്കെ ചോദിച്ച സമയത്താണ് ഈ ഒരു മറുപടി അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും നെയ്മർ ജൂനിയർ ആൾറെഡി സാന്റോസിൽ 2 ഗെയിമുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് 90 മിനിറ്റ് 2 ഗെയിമുകൾ കളിച്ചു കഴിഞ്ഞു. ചില മത്സരങ്ങൾ അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തെ പിൻവലിച്ചിട്ടുമുണ്ട്. അദ്ദേഹം ഇപ്പോഴും തിരിച്ചുവരവിൻ്റെ പാതയിൽ തന്നെയാണ്. ഒന്നും പറയാറായിട്ടില്ല. അദ്ദേഹം ഇവിടെ എത്തിയതിന് ശേഷം എങ്ങനെയാണ് കാര്യങ്ങളുടെയൊക്കെ ഒരു നീക്കുപോക്ക് എന്നൊക്കെ അറിയട്ടെ, എന്നൊക്കെ മനസ്സിലാക്കട്ടെ. അതിനുശേഷമാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയുള്ളൂ എന്നാണ് പരിശീലകൻ്റെ വാക്കുകൾ. അദ്ദേഹം ഇവിടെ എത്തിയിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞതിന് ശേഷം ആണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ നെയ്മർ എത്ര സമയം കളിപ്പിക്കും അല്ലെങ്കിൽ എങ്ങനെ കളിപ്പിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ താൻ തീരുമാനിക്കുകയുള്ളൂ എന്ന പരിശീലകൻ്റെ വാക്കുകൾ. കാരണം കൊളംബിയ, അർജന്റീന 2 എതിർ ടീമുകളും പക്ക ടീമുകളാണ്. അർജന്റീന ലോകോത്തര ടീമാണ്. ഇപ്പോൾ വേൾഡ് കപ്പ് യോഗ്യത ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്തുള്ള ടീമാണ് അർജന്റീന. ഫിഫ റാങ്കിൽ 1-ാം സ്ഥാനത്തുള്ള ടീമാണ് അർജന്റീന. ഏറ്റവും മികച്ച ടീമുകളുടെ ടീമാണ് അർജന്റീന. അതുപോലെ തന്നെയാണ് കൊളംബിയ. അവരുടെ മത്സര ശൈലി, കളത്തിൽ അവർ കാണിക്കുന്ന അവരുടെ ഒരു ശൈലി ഉണ്ടല്ലോ, ഏത് ടീമിനോട്ട് കളിക്കുമ്പോഴും കുറച്ച് ഫൗള് കാര്യങ്ങളൊക്കെ അവരുടെ കളികളിൽ ഇൻക്ലൂഡഡ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു മത്സരത്തിൽ തന്നെ നെയ്മർ എത്തുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചൊരു ഇത് തന്നെയാണ്. കാരണം നെയ്മറിനെ പോലൊരു താരം കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ, അവർക്കെതിരെ ഇറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഏതായാലും ഇപ്പോൾ പരിശീലകൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അദ്ദേഹം ഇവിടെ എത്തട്ടെ, അതിനുശേഷം നമ്മൾ തീരുമാനിക്കുകയുള്ളൂ. കൂടുതലായിട്ട് നെയ്മറിൽ നിന്ന് കൂടുതലായിട്ട് പ്രതീക്ഷിക്കണ്ട എന്നുള്ളൊരു വാക്ക് കൂടി അദ്ദേഹം ഇതിനോട് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കാത്തിരിക്കാൻ നമുക്കില്ലേ 2 ബിഗ് ഗെയിമുകൾക്ക് വേണ്ടിയിട്ട്.